പോക്സോ കേസുകൾക്കായി പ്രത്യേക വിഭാഗം വരുന്നു. 4 ഡിവൈഎസ്പി 40 SI പോസ്റ്റുകൾ ഉൾപ്പെടെ 304 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഈ പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്നത്? സന്ധ്യ, സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ കേസുകളുടെ അന്വേഷണവും അതിൻ്റെ കേസ് നടത്തിപ്പും സുഗമമാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും വേണ്ടിയിട്ടാണ് പുതിയ വിഭാഗത്തെ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പുതിയ പോക്സോ വിങ്ങിന് രൂപം നൽകാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനായി പുതിയ തസ്തികകളും സൃഷ്ടിക്കും. SIമാരുടെ നേതൃത്വത്തിലാകും ഈ പോക്സോ യൂണിറ്റുകൾ പ്രവർത്തിക്കുക. 4 ഡിവൈഎസ്പിമാരുടെ തസ്തിക ഇതിനായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൂടാതെ 4 SIമാരടക്കം ഏതാണ്ട് 304 തസ്തികകളാണ് ഈ പുതിയ പോക്സോ വിങ്ങിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്നത്. 20 പോലീസ് ജില്ലകളിലും പുതിയ യൂണിറ്റ് രൂപീകരിക്കും എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. അത് ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി തന്നെയാണോ അതോ പ്രത്യേകമായ സംവിധാനമാണോ? നിലവിൽ പോക്സോ കേസുകൾ അന്വേഷിക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ്. കൂടുതൽ കേസുകൾ നമുക്കറിയാം, ഈ പോലീസ് സ്റ്റേഷനുകളുടെ ആൾബലം കുറഞ്ഞതുമൊക്കെ ഈ കേസന്വേഷണത്തെയുമൊക്കെ എല്ലാ തരത്തിലുള്ള പോലീസിൻ്റെ നടപടികളെയും അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൈബർ വിങ് രൂപീകരിച്ചതുപോലെയും എക്കണോമിക് ഒഫൻസ് വിങ് രൂപീകരിച്ചതുപോലെയും പ്രത്യേക യൂണിറ്റാക്കി പോലീസ് സ്റ്റേഷനൊപ്പമല്ല മറ്റൊരു യൂണിറ്റാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് പോക്സോ വിങ്ങും രൂപീകരിക്കുന്നത്. ഈ ഡിവൈഎസ്പിമാരാണ് അതിന് 4 ഡിവൈഎസ്പിമാരുടെ തസ്തികയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ SIമാർക്കാകും ഈ യൂണിറ്റുകളുടെ ചുമതല. വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത്.